ലൈംഗിക അതിക്രമ കേസിൽ ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കേണ്ടെന്ന KPCC തീരുമാനം AICC അംഗീകരിച്ചിരിക്കുകയാണ്. അതിനിടയിൽ രാഹുലിനെ പിന്തുണയ്ക്കുന്ന നിലപാടിൽ നിന്ന് കോൺഗ്രസ് അനുകൂല സൈബർ ടീമുകൾ മലക്കം മറിഞ്ഞു. രാഹുലിനെതിരെ ഉയർന്ന ഗുരുതര ലൈംഗിക ആരോപണങ്ങൾ തെറ്റെങ്കിൽ രാഹുൽ എന്തുകൊണ്ട് നിയമ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് കോൺഗ്രസ് വാരിയേഴ്സ് സൈബർ ടീമിന്റെ ഇപ്പോഴത്തെ ചോദ്യം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ കടുത്ത നിലപാട് ഹൈക്കമാൻഡ് അംഗീകരിക്കുകയായിരുന്നു. സഭയിൽ പാർട്ടി വിപ്പ് ബാധകമാണെന്നും കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കി. ഇത് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നിലപാടിനുള്ള അംഗീകാരം കൂടിയാകും. നവമാധ്യമങ്ങളിലൂടെ നേതാക്കൾക്ക് നേരെ ഉയർന്ന അധിക്ഷേപങ്ങൾക്കും വിമർശനങ്ങൾക്കും അയവ് വന്നുവെന്നതും ശ്രദ്ധേയമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ നടപടി സ്വീകരിച്ച ശേഷം VD സതീശൻ, രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾക്കെതിരെ സൈബർ ിൽ വ്യക്തി അധിക്ഷേപം തുടരുകയായിരുന്നു. സൈബർ ഇടത്തെ ആക്രമണം തുടർന്നാൽ രാഹുലിനെതിരെയുള്ള പരാതികളുടെ തെളിവുകളടക്കം അണികളെ ബോധിപ്പിക്കും എന്നുള്ള നേതാക്കളുടെ നിലപാട് കൊള്ളേണ്ടിടത്തു കൊണ്ടു. പല കോൺഗ്രസ് അനുകൂല സൈബർ ഗ്രൂപ്പുകളും പ്ലേറ്റ് തിരിച്ചു. രാഹുലിനെതിരെ രംഗത്തെത്തി. മാധ്യമങ്ങൾ പുറത്തുവിട്ട ശബ്ദ സന്ദേശം രാഹുലിൻ്റെതല്ലെങ്കിൽ അത് രാഹുൽ തുറന്നു പറയണം. വ്യാജ വാർത്ത പുറത്തുവിട്ടതിന് മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം. അതിനുശേഷമാകണം നിയമസഭയിലേക്ക് പോകേണ്ടത്. തനിക്ക് വേണ്ടി വാദിക്കുന്ന പ്രവർത്തകരോടെങ്കിലും ഉള്ളത് പറയണമെന്നും ഫേസ്ബുക്ക് പോസ്റ്റ് പറയുന്നു. ഇതോടെ നേതാക്കൾക്കിടയിൽ എന്ന പോലെ സൈബർ പോരാളികൾക്കിടയിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റപ്പെടുകയാണെന്ന് വേണം മനസ്സിലാക്കാൻ. രാഹുൽ സഭാ സമ്മേളനത്തിൽ എത്താതിരിക്കുന്നതോടെ സർക്കാരിനെതിരെ കൂടുതൽ ശക്തമായ ആക്രമണം നടത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.